നമസ്കാരം. ബ്രിട്ടീഷ് ദാർശനികനായിരുന്ന റസലിനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ അശ്ലീലം എഴുതിക്കൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി പ്രസിദ്ധമായിരുന്നു. ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആകെ എഴുതിയത് 2% മാത്രമാണ്. നിങ്ങൾ ആകെ വായിച്ചിട്ടുള്ളത് ആ 2% മാത്രമാണ്. ലോകത്താകെയുള്ള വിഷയങ്ങളിൽ 2% മാത്രമാണ് ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. പക്ഷേ അതിനാണ് കേൾവിക്കാർ കൂടുതലെന്ന് മാധ്യമങ്ങൾക്കറിയാം. ഒരവിഹിത കഥ കൊണ്ട് ഒരാഴ്ച പത്രവും ചാനലും ഓടിക്കാവുന്നതാണ്. മഴ തോർന്നാലും മരം പെയ്തുകൊണ്ടേയിരിക്കും. അതിൽ കൽപ്പിത കഥകൾ ഇഷ്ടം പോലെ ചേർക്കുകയുമാകാം. മിഥുനം സിനിമയിൽ ഇന്നസെൻ്റ് പറയുന്നത് കൂടോത്രം ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വകുപ്പില്ല എന്നാണ്. പഞ്ചാര അടിക്കുന്നവരെ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പില്ലെങ്കിലും പണി കളയിക്കാനുള്ള പരിപാടിയായി അത് മാറിയിട്ടുണ്ട്. നീ ഇന്ന് കൂടുതൽ സുന്ദരിയായിരിക്കുന്നുവെന്ന് സ്വന്തം ഭാര്യയോട് പറഞ്ഞാൽ ഉച്ചയ്ക്ക് കൂടുതൽ രുചിയുള്ള ഭക്ഷണം കഴിക്കാമെന്നിരിക്കെ കണ്ടവൻ്റെ ഭാര്യമാരുടെ സൗന്ദര്യവും കണ്ട പെണ്ണുങ്ങളുടെ വസ്ത്രധാരണവും വർണ്ണിച്ച് വെള്ളമിറക്കാനായി പഞ്ചാരക്കുട്ടന്മാർ ഇറങ്ങിയിരിക്കുകയാണ്. നിന്നെ കാണാൻ കൊള്ളത്തില്ലടാ, എന്തൊരു മോന്തയാടാ നിൻ്റേതെന്ന് നാഗസൈരന്ധ്രിക്ക് ലൈവിൽ പറയാം. അതുപോലെ നിന്നെ എന്തിനു കൊള്ളാമെന്നൊരു പെണ്ണിനോട് ചോദിച്ചാൽ ചത്തു എന്നാൽ പോലും നിങ്ങൾക്ക് പരലോകത്തും മോക്ഷം കിട്ടില്ല. വിശ്വസാഹിത്യകാരനായ ബഷീർ സ്ത്രീകളെ സുന്ദരി എന്ന് വിളിക്കുന്നതിന് പകരം കശ്മലെ എന്നാണ് വിളിക്കുന്നത്. ചന്തുമേനോൻ്റെ നായിക നായകനെ ശപ്പൻ എന്ന് വിളിച്ചു. ഇന്ന് കശ്മലയുമില്ല, ശപ്പനുമില്ല. നീ ഒരു ശപ്പനാണെന്ന് പെണ്ണൊരുത്തൻ ആണിനെ വിളിച്ചാൽ തീർന്നു അവൻ്റെ കഥ. കശ്മലെ എന്നൊരു സുന്ദരിയെ വിളിച്ചാൽ അവൾ നിങ്ങളെ വിഷം പോലെ വെറുക്കുകയായി. സകല പെണ്ണുങ്ങളോടും നിങ്ങളെപ്പറ്റി ദുഷിപ്പ് പറയും. അതിനാണ് ഈ പഞ്ചാരക്കുട്ടന്മാർ പെണ്ണുങ്ങളുടെ സൗന്ദര്യത്തെ വർണ്ണിച്ച് സൗഹൃദം സ്ഥാപിക്കാൻ ഇറങ്ങുന്നത്. ഏതെങ്കിലും ഒരു നാറിയാണ് ഇങ്ങനെ സുന്ദരിമാരെ പുകഴ്ത്തി പിന്നാലെ നടക്കുന്നതെങ്കിൽ അവൾ തിരിഞ്ഞു നിന്ന് കാലിലെ ചെരിപ്പൂരും, അല്ലെങ്കിൽ ചെവിക്കല്ല് പൊട്ടുന്ന ആട്ട് കൊടുക്കും. മറിച്ച് ഒരു സീരിയൽ സിനിമാ നടനോ രാഷ്ട്രീയ നേതാവോ റാപ്പ് ഗായകനോ ഒരു സെലിബ്രിറ്റിയോ ഒരു പെണ്ണിനെ സുന്ദരി എന്ന് വിളിച്ച് പാതാതി കേശമൊന്ന് വർണ്ണിച്ചാട്ടെ. 2 തവണ പോയി കണ്ണാടി നോക്കുന്ന സുന്ദരികളാണ് അധികവും ഈ നാട്ടിലുള്ളത്. എല്ലാ സന്ദേശങ്ങളും അവർ നന്ദിപൂർവ്വം സ്വീകരിച്ചു കഴിഞ്ഞാലാണ് ഞരമ്പൻ ശൈലി മാറ്റി അടുത്ത ഘട്ടത്തിലേക്ക് തിരിയുക. സാഹിത്യത്തിലും സിനിമയിലും സീരിയലിലും രാഷ്ട്രീയത്തിലും എല്ലാം ഇത്തരം ഞരമ്പ് കാമദേവന്മാർ ഉണ്ട്. അടുത്ത മെസ്സേജ് നമുക്കൊന്ന് കാണണം എന്നാകും. പിന്നെ എന്താ, കാണാമല്ലോ എന്ന് തന്നെ മറുപടി കൊടുക്കണം. പണ്ടൊക്കെ അമ്പലത്തിലേക്ക് പോകുമ്പോഴോ തയ്യൽക്കടയിലേക്ക് പോകുമ്പോഴോ വായനശാലയുടെ മതിലിരുന്നോ ഒക്കെയാകും കാമുകന്മാർ സുന്ദരിയെ പ്രതീക്ഷിക്കുക. കാലം മാറി. അവർ പറയും, ഞാനൊരു ഹോട്ടലിൽ മുറിയെടുക്കാൻ വരില്ലേ? ഇവിടെയാണ് പെണ്ണുങ്ങൾ ബോൾഡാകേണ്ടത്. ഇണയിൽ നിങ്ങൾ ആകൃഷ്ടയാണെങ്കിൽ മറ്റൊരു ഉപാധിയുമില്ലെങ്കിൽ പോവുകയോ ബന്ധം സ്ഥാപിക്കുകയോ കാപ്പി കുടിക്കുകയോ ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ നിൻ്റെ അമ്മയെ വിളിച്ചോണ്ട് പോടാ എന്ന് ഒരൊറ്റ വാക്കിൽ മറുപടി പറയാം. അതോടെ ശപ്പൻ്റെ നട്ടല്ലൊടിയും. അല്ലാതെ ചാറ്റിംഗ് എല്ലാം ബെഡിൽ കിടന്നും ടെറസിൽ കിടന്നും ഉറക്കമിളച്ചിരുന്നും നടത്തി ആസ്വദിച്ചിട്ട് ഞരമ്പൻ്റെ രോഗം മൂർച്ഛിപ്പിച്ച ശേഷം ഇത്തരം പരിപാടിയുമായി ആരും ഇറങ്ങിയേക്കരുത്. ബഹുമാനപ്പെട്ട കോടതികൾക്കൊക്കെ ഈ പരിപാടികളെപ്പറ്റി ഏകദേശം ഒരു ധാരണയായി കഴിഞ്ഞു. അവർ പല കേസിലും അത്തരത്തിൽ വിധിയും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ദൈവം തമ്പുരാനും മെറ്റയ്ക്കും മാത്രമേ അറിയൂ ഇപ്പോൾ സദാചാരക്കാരായി ധർമ്മനീതി പറഞ്ഞുകൊണ്ട് നടക്കുന്നവന്മാരുടെ രാത്രിയിലെ പരിപാടി എന്താണെന്ന്. ചക്കരപ്പാച്ചോറിന് എന്നെ വേണ്ടെങ്കിലും ചക്കരപ്പാച്ചോറിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞു നടക്കുന്ന ശപ്പന്മാരാണ് ഈ കേരളത്തിൽ ഏറിയ പങ്കും. ഫ്രാന്താണെങ്കിൽ ഇന്ദുപ്പ് വായിൽ കൊടുത്ത് ഇവന്മാരുടെ ദാഹമടക്കാം. ഞരമ്പ് വലിവിനും നാക്കുസുഖത്തിനും പത്തല് തന്നെയാണ് മരുന്ന്. തെരണ്ടിവാലും കൊള്ളാം. പരാശരമാമുന് ചില്ലറക്കാരനൊന്നും ആയിരുന്നില്ല. എന്നിട്ടും ആ മുനിക്ക് പോലും ഇന്ദ്രിയങ്ങളിലെ കൺട്രോൾ വിട്ടു. പിന്നല്ലേ 35 വയസ്സിലും കെട്ടാച്ചെറുക്കനായി നിൽക്കുന്ന ഈ ചെറുപ്പക്കാരൻ. അധികാരവും പണവും പദവിയും കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നേടാനുള്ളത് രമ്യ ശരീരങ്ങൾ മാത്രമാണെന്ന് നരവംശ ശാസ്ത്രജ്ഞന്മാർ പോലും പറഞ്ഞിട്ടുണ്ട്. 10,000 കോടി ആസ്തിയുള്ള മുകേഷ് അംബാനിക്ക് ഒറ്റ ഭാര്യ മാത്രമേ ഉള്ളൂവെങ്കിൽ അയാൾ എന്തൊരു കിഴങ്ങനാണെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പ്രമുഖ നിരീശ്വരവാദിയായ മൈത്രേയൻ ചോദിച്ചതോർക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്നവരും ഈ നാട്ടിലുണ്ടെന്ന് ഓർക്കണം. അധികാരം, പദവി, രതി ഈ തൃത്വത്തിൽ അടങ്ങിയിട്ടുണ്ട് ഭരണവർഗത്തിൻ്റെ ജീവിതസാരമെല്ലാം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുള്ളത് എല്ലാ ജാതി പെണ്ണുങ്ങളുമായും ഞാൻ രമിച്ചിട്ടുണ്ട് എന്നാണ്. ആഹാരവും രതിയും മനുഷ്യൈക്യത്തിൻ്റെ മൗലിക ഘടകമാണെന്നും അദ്ദേഹം എഴുതി. കലണ്ടറിൽ കാണുന്ന സകല സുന്ദരികളും തന്നെയാണ് നോക്കുന്നത് എന്ന ധാരണ കവി ചങ്ങമ്പുഴയ്ക്കുണ്ടായിരുന്നു. മദിരാശിയിലെ എഗ്മോറിലെ നിരത്തിൽ കൂടി നടന്നു പോകുമ്പോൾ
മേലെ വീട്ടിൽ തുണിയുണക്കാൻ നിൽക്കുന്ന സ്ത്രീകൾ തന്നെ നോക്കുകയാണെന്ന് വിചാരിച്ച് പെട്ടെന്നൊരു വീട്ടിലേക്ക് ചങ്ങമ്പുഴ കയറി ചെന്ന ചരിത്രമുണ്ട്. പിന്നെ ആ ചങ്ങമ്പുഴയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയേണ്ട കാര്യം ചരിത്രത്തിനില്ല. ചങ്ങമ്പുഴയ്ക്കോ ബഷീറിനോ കലാകാരനായ വേടനോ ഉള്ള സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രീയ നേതാവിനും ഇല്ല. കാരണം കവികളും കലാകാരന്മാരും ജനങ്ങളുടെ വോട്ട് വാങ്ങി ജീവിക്കുന്നവരല്ല. അവർക്കല്പം ആനന്ദമാകാം. രാഷ്ട്രീയക്കാർ അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ മൂല്യം, കൊടിയുടെ നിറത്തിൻ്റെ മഹത്വം ഒക്കെ പറഞ്ഞാണ് വോട്ട് വാങ്ങുന്നത്. തന്നെ കൈകൂപ്പി വോട്ട് വാങ്ങിയവൻ വിടനാണെന്ന് പറയുമ്പോൾ വോട്ടർമാർക്ക് കുറ്റബോധം തോന്നും. അത് കൊല്ലത്തായാലും പാലക്കാട്ടായാലും. പരാതികളും പരിദേവനങ്ങളും പറയാൻ എങ്ങനെ ഈ MLAക്ക് അരികിൽ ചെല്ലുമെന്ന് ജനം ഭയക്കും. ഉണങ്ങിയ കാമദേവന്മാർ വേറെയുമുണ്ട് മന്ത്രി കസേരയിലും രാഷ്ട്രീയ നേതൃത്വത്തിലും. പെണ്ണുങ്ങളുള്ളിടത്ത് പീഡനമുണ്ടെന്നും അമേരിക്കയിൽ ചായ കുടിക്കുന്നത് പോലെയാണ് ബലാത്സംഗമെന്നും പറഞ്ഞ നായനാർ ഇവിടെ ഉണ്ടായിരുന്നു. പറഞ്ഞത് നായനാരായതുകൊണ്ട് നാട് പുറത്തു. ആ നിഷ്കളങ്കനും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെന്നും അതിൻ്റെ പേരിൽ പാർട്ടി നായനാരെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്ത് മാറ്റി നിർത്തിയില്ല എന്നും കൂടി ഓർക്കണം. നായനാർ പറഞ്ഞ ഇതേ അഭിപ്രായം അതേ നിഷ്കളങ്കതയോടെ VD സതീശനെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതാണ് ഈ കാലത്തിൻ്റെ പോക്ക്. അതിനാൽ യുവനേതാക്കളോട് ഒന്നേ പറയാനുള്ളൂ, ഇവരെ കല്യാണം കഴിപ്പിക്കാൻ സന്ധി ബന്ധുക്കൾ ആദ്യം മുൻകൈയെടുക്കണം. ഇടതായാലും വലതായാലും മധ്യത്തിലുള്ളതായാലും രാഷ്ട്രീയ യശപ്രാർത്ഥികളായ നിങ്ങൾ പെണ്ണുങ്ങളോട് വെറുതെ ചാറ്റാനും തുമ്മാനും പോകരുത്. ഏത് മോഹിപ്പിക്കുന്ന സ്ത്രീയിൽ നിന്നും 36 അടി അകലം പാലിക്കണം. കൺട്രോൾ തരണേയെന്ന് പ്രാർത്ഥിച്ച് ആഞ്ജനേയ സ്വാമിക്ക് നിത്യവും വടമാല ചാർത്തി പ്രാർത്ഥിക്കണം. ലവളുമാർ പല രൂപത്തിൽ വരും. മുഖത്തുപോലും നോക്കരുത്. 5 മിനിറ്റിൽ കൂടുതൽ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നാൽ എഴുന്നേറ്റ് കൈകൂപ്പി യാത്രയാക്കിയേക്കണം. തുള്ളി മിനുങ്ങുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതിനുശേഷം ഫോൺ കൈകൊണ്ട് തൊടുകയോ മെസ്സേജുകൾ അയക്കുകയോ ചെയ്യരുത്. ചിലപ്പോൾ സാവിത്രിക്ക് വിട്ടാൽ ലീലാവതിക്ക് പോകും. അതുകൊണ്ടാണ് 60 കഴിഞ്ഞ് എനിക്കും വന്നു ഒരു സന്ദേശമെന്ന് തൈക്കിളവികളൊക്കെ ഇപ്പോൾ പറയുന്നത്. ഒരു കാരണവശാലും ഹൃദയത്തിൻ്റെ സിമ്പൽ ഇടരുത്. ഹൃദയം നമുക്ക് പണി തരും. നാലാലൊരു നിവൃത്തി ഉണ്ടെങ്കിൽ ഒരൊറ്റ സുന്ദരിമാരുടെയും മുഖത്ത് നോക്കരുത്. മണ്ണിലും മാനത്തും നോക്കി മാത്രം നടക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ മാനം പോയി കിട്ടും. രാഹുലിന് ഇനി തിരിച്ചു വരവുണ്ടോ എന്ന് അറിയില്ല. നമ്മെ ഭരിച്ച് മേലാപ്പീസുകളിലിരിക്കുന്ന മുടി പോയവനും ചെവിയിൽ പൂടയുള്ളവനും ഇതിലും വലിയ ഭീകര താന്തോന്നികളായതിനാൽ ഈ പയ്യന് നന്നാവാൻ സമയമുണ്ട്. ആ ഗർഭഛിദ്രത്തിൽ വല്ലതും കൊടുക്കാൻ പറ്റിയാലായി. അന്തംകമ്മി എഴുത്തുകാരിയും പറവൂർക്കാരിയും നടിയും പറഞ്ഞതിൽ യാതൊരു ലൈംഗിക പീഡനവും കാണുന്നില്ലെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്.